Hi friends, welcome back to Fayhas Media. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റിന് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിനെ ഇടാം. നല്ല തിന്നായിട്ടുള്ള കഷ്ണങ്ങളാക്കി അരിയണം, എന്നാലേ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1/4 കപ്പ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടെ ഉള്ളതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നന്നായി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അധികം ലൂസായി പോകരുത്, നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പാലൊഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇവിടെ നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു ടേബിൾ സ്പൂൺ പാലേ ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ ഏകദേശം. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ക്യാരറ്റിൽ അത്യാവശ്യം ജ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അധികം നമ്മൾ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ചേർക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല ലൂസായി പോവും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടെക്സ്ചറിലാണ് ഉള്ളത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പട്ട പൊടിച്ചത് അതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഈ ഷുഗർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഒരേ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഫോൾഡ് ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ക്യാരറ്റ് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട 3 മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് കുറേശ്ശായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗൾ എടുക്കുമ്പോൾ തീരെ നനവില്ലാത്ത ബൗൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് വരുള്ളൂ, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു കേക്കിലേക്ക് നമുക്ക് എഗ് യോക്കും വൈറ്റും ഒന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് നല്ല സ്പീഡ് കൂട്ടി വരിക. അപ്പോഴേ നന്നായിട്ട് ബീറ്റായി വരുള്ളൂ. കണ്ടപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബീറ്ററിലും പിന്നെ അതുപോലെ തന്നെ ഈ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു ബൗളിലും ഒട്ടും നനവില്ലാതിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഗ് നമ്മൾ ഈ കേക്ക് ബാറ്ററിലേക്ക് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, അധികം ലൂസായിട്ടുമില്ല, കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങളിതിൽ ക്യാരറ്റ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കുന്ന പാലിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും ലൂസായി പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് വരില്ല. പിന്നെ വെള്ളമൊന്നും ചേർക്കുകയേ ചെയ്യരുത്. കാരണം നമ്മൾ ഈ ക്യാരറ്റിൽ തന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ആദ്യം തന്നെ കേക്ക് ടിന്നൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്ററിനെ മാറ്റാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർ ബബിൾസൊക്കെ പോവും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഓവന് ഒരു 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് ഒരു 40 മിനിറ്റ് മതിയാവും ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല കളറ്, നല്ല ബ്രൗൺ കളറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. എന്താ, അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ അതിലൊരു ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടെ എനബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.